അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതോടെ KPCC അധ്യക്ഷൻ്റെ ചുമതല താൽക്കാലികമായി ശശി തരൂരിന് നൽകിയേക്കുമെന്ന കാര്യത്തിൽ തീരുമാനമാവുകയാണ്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുവെന്നും ശശി തരൂർ കോൺഗ്രസിന് അനിവാര്യമായ ഘടകമെന്നും പറഞ്ഞത് സാക്ഷാൽ രാഹുൽ ഗാന്ധിയാണ്, അതും ഖർഗെയ്ക്ക് മുന്നിലിരുന്നു കൊണ്ട്. അതുതന്നെയാണ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെയും അഭിപ്രായം. അതുപോലെ ഒരുപക്ഷെ അതിനേക്കാളും ഒരു പടി കടന്നാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ശശി തരൂർ കോൺഗ്രസിൻ്റെ അഭിമാനമാണെന്നും 140 മണ്ഡലങ്ങളിലും ശശി തരൂരിൻ്റെ കണ്ണുണ്ടാകും എന്നുള്ളത്. അങ്ങനെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ വിജയം ഉറപ്പാക്കാൻ തരൂരിൻ്റെ സാന്നിധ്യം ഇവിടെ അത്യാവശ്യമെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിനിഞ്ഞാന്ന് വരെ തരൂരിന് പാർട്ടി വിട്ടു പോകണമെങ്കിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞവർ പോലും ഇന്നലെ മുതൽ ശശി തരൂരിനെ കെട്ടിപ്പുണരുന്നത് വെറുതെയല്ല. 100% ഐക്യപ്പെടുകയും BJPയിലേക്കോ CPMയിലേക്കോ പോകണമെന്ന ചിന്ത ശശി തരൂർ അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതൊന്നും തനിക്ക് പറഞ്ഞ പണിയല്ലെന്നും കോൺഗ്രസ് നേതൃത്വത്തെ പ്രകോപിപ്പിക്കാൻ പലതും ചെയ്തിട്ടുണ്ട്, ഇനി അതുണ്ടാവില്ലെന്നും തരൂർ ഉറപ്പ് നൽകിയതോടെ ശശി തരൂർ എന്ന ഏറ്റവും കഴിവുള്ള വിശ്വപൗരൻ്റെ കൂടെ അണിനിരക്കാൻ കോൺഗ്രസ് ഒന്നടങ്കം തയ്യാറായി കഴിഞ്ഞു. ഈ ഐക്യത്തിന് പിന്നിൽ ഷാഫി പറമ്പിൽ ആണ് എന്നുള്ളൊരു വാർത്തകളും പുറത്തു വരികയാണ്. അതുകൊണ്ടാണ് ശശി തരൂരിന് നൽകാൻ വച്ചിരുന്ന പദവി തെരഞ്ഞെടുപ്പ് സമയത്തെ KPCC അധ്യക്ഷ പദവി എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നത്. അതായത് നമുക്കറിയാം, KPCC അധ്യക്ഷനായിരുന്ന K സുധാകരൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി കണ്ണൂരിലിറങ്ങിയപ്പോൾ MM ഹസനായിരുന്നു ആ ചുമതല നൽകിയത്. അതുപോലെ തന്നെ ഇത്തവണ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ സ്ഥാനാർത്ഥിയാകും എന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് മണ്ഡലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പകരം ഒരാൾ വേണം. അതിപ്പോൾ പ്രസിഡന്റ് മത്സരിക്കുമ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാൾ അധ്യക്ഷ ചുമതല ഏറ്റെടുക്കും എന്നാണ് ഉറപ്പിച്ചിരുന്നത്. എന്നാൽ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ AP അനിൽകുമാർ വണ്ടൂരിലും PC വിഷ്ണുനാഥ് കുണ്ടറയിലും സിറ്റിംഗ് MLAമാരാണ്. അവർ അവിടെ മത്സരിക്കുക തന്നെ ചെയ്യും. പിന്നെ ബാക്കിയുള്ള ഷാഫി പറമ്പിൽ മാത്രമാണ് അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ തയ്യാറാകേണ്ടത്. എന്നാൽ ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പും അതിലെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവരുടെ തന്ത്രപരമായ നീക്കങ്ങളും എല്ലാം കൈകാര്യം ചെയ്യാനുള്ളൊരു പക്വത അത് ഷാഫി പറമ്പിൽ എന്ന യുവനേതാവിനുണ്ടോ എന്നൊരു ചോദ്യം അവിടെ ഉയർന്നു വന്നു. ഷാഫി കേമൻ തന്നെ, അതിൽ സംശയമില്ല. എങ്കിലും ആയിട്ടില്ല, സമയമുണ്ടല്ലോ എന്നുള്ളതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. അപ്പോഴാണ് പക്വതയുടെയും തന്ത്രജ്ഞതയുടെയും കാര്യത്തിൽ ഈ ലോകത്തെ തന്നെ പ്രമുഖൻ ശശി തരൂർ 100% പാർട്ടിക്ക് വിധേയനായി വരുന്നത്. മാത്രമല്ല പൂർണ്ണ പിന്തുണയുമായി ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇതേ ഷാഫി പറമ്പിലും കൂടെയുണ്ട്. അപ്പോൾ തന്നെ മറ്റൊന്നും ആലോചിക്കാതെ ശശി തരൂർ PCC അധ്യക്ഷൻ്റെ ചുമതല വഹിക്കട്ടെ എന്ന തീരുമാനമായി എന്നാണ് അറിയുന്നത്. അതാണ് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. 140 മണ്ഡലങ്ങളിലും തരൂരിൻ്റെ മേൽനോട്ടം ഉണ്ടാകും എന്നുള്ള കാര്യം. അതായത് ശശി തരൂർ MP കോൺഗ്രസിൻ്റെ അഭിമാനമാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലും അദ്ദേഹത്തിൻ്റെ മുഖമുണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ തന്നെ പ്രധാന പദവിയുടെ കാര്യം ഉറപ്പായിരുന്നു. തരൂർ അധ്യക്ഷൻ എന്നതിലുപരി അദ്ദേഹം ഒരു താരപ്രചാരകൻ കൂടിയാണ്. തരൂർ KPCC അധ്യക്ഷനാകുമെന്നതിലുപരി ഒരു താരപ്രചാരകൻ കൂടിയാണ്. കേരളത്തിലെ യുവാക്കളും പൊതുജനങ്ങളും ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഇളക്കിമറിക്കുമെന്നുറപ്പായ ഒരു സ്ഥിതിക്കാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് KPCC എത്തിച്ചേരുന്നത്. തരൂരിനൊപ്പം ഏക വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഷാഫി പറമ്പിലും ഉണ്ടാകും. അങ്ങനെ തരൂരും ഷാഫിയും ചേർന്ന് നയിക്കുന്ന ഒരു താരപരിവേഷമുള്ള കിടിലൻ നേതൃത്വമായി കോൺഗ്രസ് മാറുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അവരുടെ തേരോട്ടം കേരളത്തെ ഇളക്കിമറിച്ച് UDFന് അധികാരത്തിൽ എത്തിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതാണ് ഇപ്പോൾ ദില്ലിയിൽ കൈക്കൊണ്ട തീരുമാനവും ഒപ്പം നേതാക്കളിൽ കാണുന്ന വലിയ മാറ്റവും.